ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. മാവ് കുഴക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിനായിട്ട് ആദ്യം വേണ്ടത് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പുമൊക്കെ ചേർത്ത് വേവിച്ചെടുത്തതാണിത്. എന്നിട്ടത് ഗ്രേറ്റ് ചെയ്തെടുക്കുക, പൊടിച്ചെടുക്കണം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, പിന്നെ 7-10 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളകും അരിഞ്ഞെടുത്തത്. പിന്നെ അതിനായിട്ട് അത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് പച്ചമുളകും ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. കൂടുതലൊന്നും വഴറ്റിയൊന്നും വേണ്ട, 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് പച്ചക്കറിക്ക് ഇതിന് വേണ്ടി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങളതിൽ മുട്ടക്കോസ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇത് വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുരുമുളക് പൊടി ചിക്കനിൽ ഇട്ട് എടുത്തതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ചിക്കനിൽ ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിച്ചത്. അതുകൊണ്ട് പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ചേർക്കാവൂ. ഇത് ഒരു ചെറിയൊരു ക്യാപ്സിക്കം അരിഞ്ഞെടുത്തതാണ്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്, ഈ ഫില്ലിങ്ങിന്. അതൊന്ന് ഒരുപാട് നേരം ഒന്ന് വഴറ്റണ്ട, 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് ചെറുതായി നുറുക്കിയ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടുന്നത് 1 കപ്പ് മൈദ ആണ് എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ മൈദ മാത്രം നിങ്ങളെ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ മാത്രം എടുത്താലും മതി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ എണ്ണയും കൂടെ, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കപ്പ് അളവെന്ന് വെച്ചാൽ ഗ്ലാസ്സിലെടുത്താലും മതി. ഞാനിത് കപ്പിൻ്റെ അളവിന് പറഞ്ഞതേ ഉള്ളൂ. അത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം കട്ടിയാവാനും പാടില്ല, വളരെ വെറും വെള്ളം പോലെ ആവാനും പാടില്ല. ആ രീതിയിൽ വേണം ഇതിൻ്റെ പരുവം. ഇതേപോലെ ആക്കുമ്പോൾ ഒരു ലൈൻ വരുന്ന അതേപോലെ ഒന്ന് മൂടാവില്ല. അപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ പരുവമായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ വെച്ച് അല്പം എണ്ണ ഒഴിച്ച് നമുക്കതൊന്ന്, എണ്ണ അതിൽ കിടക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തുടച്ചെടുക്കുക. അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തൊന്ന് പരത്തിയെടുക്കുക. നല്ല നൈസായിട്ടുള്ളൊരു ഷീറ്റ് വേണം നമുക്ക് വേണ്ടത്. നല്ല തിന്നായിട്ടുള്ളൊരു ഷീറ്റ് വേണം.
ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് എടുക്കാം. അതേപോലെ നമുക്കെല്ലാം ഇതേപോലെ മാവ് ഒഴിച്ച് ചുട്ടെടുക്കാം. ഒരല്പം മാവ് ബാക്കി വെച്ചേക്കണം. നമുക്കിത് ഒന്ന് ഒട്ടിച്ചെടുക്കാനുണ്ട്. അതുകൊണ്ട് ബാക്കി വെച്ചിട്ട് അല്പം മാറ്റി വെക്കേണ്ടതാണ്. ഇനി നമുക്കിതിൽ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഒന്ന് മടക്കിയെടുക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇതിൽ നമുക്ക് നടുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് മടക്കി ഇതേപോലെ നമുക്ക് റോൾ ചെയ്ത് എടുക്കാം. ഇതേപോലെ അടുത്തതും ഇതേപോലെ ഫില്ലിങ് വെച്ച് നമുക്ക് ഇതേപോലെ എല്ലാ ഷീറ്റും ഇതേപോലെ ഒന്ന് വെച്ച് റോൾ ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടനൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഞാൻ ഒരുപാട് ഈവനിങ് സ്നാക്സ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. ഇതേപോലെ എല്ലാ റോളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ചിക്കൻ റോൾ കിട്ടും. വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോൾ റെസിപ്പിയാണ്. അതായത് ഫ്രൈ ആയി വന്നിട്ട് നല്ല കളർ ഗോൾഡൻ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് എടുത്ത് മാറ്റാം. അതേപോലെ ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള നല്ല ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് സോസ് കൂട്ടിയൊക്കെ കഴിക്കാം. ഒരെണ്ണം കഴിച്ചാൽ തന്നെ നല്ല വയറ് ഫില്ലാവും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.